ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 86, മാറിക്കൊണ്ടിരിക്കുന്ന നീതി. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഒരാൾ ഫലിത രൂപേണ പറഞ്ഞത്, വാർത്താവിനിമയം എന്ന് പറയുന്നതിന് ഇപ്പോൾ കമ്പിയില്ല, നേതാക്കന്മാർക്ക് നാണമില്ല, ചെറുപ്പക്കാർക്ക് ജോലിയില്ല, ബന്ധങ്ങൾക്ക് അർത്ഥമില്ല, എല്ലാ കുട്ടികൾക്കും പിതാക്കന്മാരുമില്ലെന്നാണ്. പണ്ട് വിൻഡോസ് എന്ന് പറഞ്ഞാൽ ജനാലകളായിരുന്നു, ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വിളവായിരുന്നു, പ്ലേ എന്ന് പറഞ്ഞാൽ കളിയായിരുന്നു. മാറ്റങ്ങൾ അനന്തമായി നീണ്ടുപോകുന്നു. ഒക്കെയാണെങ്കിലും നാം മാറിയിട്ടുണ്ടോ? കാര്യമായിട്ടില്ല. പക്ഷേ നമ്മോട് നീതി കാണിക്കുന്നതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. നീതി കാണിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഭ്യമായ സാധ്യതകളും ലഭ്യമായ സഹായങ്ങളും പരമാവധി നാം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നാണ്. ഒരു ജേർണലിസ്റ്റ് ബാംഗ്ലൂരിലെ ഒരു ബാറിൽ നിന്ന് ഏതാനും സിപ്പുകളും എടുത്ത് പുറത്തേക്ക് പോകാനുള്ള ധൃതിയിലായിരുന്നു. പെട്ടെന്ന് അല്പമകലെ ചിന്താവിഷ്ടനായിരിക്കുന്ന ഒരാളുടെ മുഖം ശ്രദ്ധയിൽപ്പെട്ടു. വളരെ പരിചിതമായത്, പക്ഷേ ഓർമ്മിക്കുന്നില്ല. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ വിഷി. 1985 ഇന്ത്യക്ക് ക്രിക്കറ്റ് ലോകകപ്പ് നേടിക്കൊടുത്തതിൻ്റെ സൂത്രധാരൻ, സദാനന്ദ വിശ്വനാഥൻ എന്ന പഴയ 23 വയസ്സുകാരൻ വിഷി. 3 ടെസ്റ്റും 22 ഏകദിനവും കഴിഞ്ഞ അദ്ദേഹം അപ്രത്യക്ഷനായിരുന്നു. സുനിൽ ഗവാസ്കറുടെ ഭാഷയിൽ ഏകദിന കൊടുങ്കാറ്റ് എന്ന സ്ഥിതിയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരോധാനം. ആ ബാറ്റ്സ്മാനെ അക്ഷരാർത്ഥത്തിൽ എതിരാളികൾ ഭയന്നിരുന്നു. ആ ജേർണലിസ്റ്റ് വിഷിയുടെ മേശക്കരികിലിരുന്നു. തന്നെ അറിയുന്ന ഒരാളെ കേൾക്കാൻ കിട്ടിയ സന്തോഷത്തിൽ തൻ്റെ തകർച്ചയുടെ കഥകൾ മുഴുവൻ വിഷി പറഞ്ഞു. അച്ഛൻ ആത്മഹത്യ ചെയ്തു, താമസിയാതെ ഹൃദ്രോഗം മൂലം അമ്മയും മരിച്ചു. അതൊക്കെ അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നു. വിരലിലുണ്ടായ ഒരു പരിക്ക് പക്ഷെ അദ്ദേഹത്തെ വിക്കറ്റ് കീപ്പിങ്ങിൽ നിന്നും മാറ്റി. പിന്നാലെ വന്നു കാമുകിയുടെ പിന്മാറ്റം. എല്ലാം കേട്ടിരുന്ന ഈ ജേർണലിസ്റ്റ് പോകാൻ എഴുന്നേറ്റപ്പോൾ വിഷിയോട് ഒരു ചോദ്യം ചോദിച്ചു. താങ്കൾ താങ്കളോട് നീതി കാട്ടി എന്ന് കരുതുന്നുണ്ടോ? കുറേ വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഈ പത്രപ്രവർത്തകൻ പഴയ ഈ കഥ പങ്കുവച്ചു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരു ടെസ്റ്റ് മാച്ച് കവർ ചെയ്യാൻ ഈ പ്രതിനിധി എത്തിയപ്പോൾ അദ്ദേഹത്തെ ഇയാൾ വീണ്ടും കണ്ടു, ആ പഴയ വിഷിയെ. പക്ഷേ ഒരു പരിശീലകൻ്റെ വേഷമായിരുന്നു അപ്പോഴദ്ദേഹത്തിന്. വിഷി പറഞ്ഞു, ഇപ്പോഴും ഞാൻ എന്നോട് മുഴുവനായി നീതി ചെയ്തോ എന്ന് ചോദിച്ചാൽ തീർച്ചയില്ല. പക്ഷേ ഞാൻ മദ്യപാനം നിർത്തി. ഇന്ന് സ്വന്തമായി ഒരു കോച്ചിങ് അക്കാഡമി നടത്തുന്ന ഫസ്റ്റ് ക്ലാസ് അമ്പയറും ഫസ്റ്റ് ക്ലാസ് കോച്ചുമാണ് അദ്ദേഹം. പ്രതിസന്ധികൾ അദ്ദേഹത്തിൽ നിന്ന് ചോർത്തിക്കളഞ്ഞ ആവേശം അദ്ദേഹം തിരിച്ചു പിടിച്ചിരുന്നു. പണം കൊണ്ട് എന്തു വേണമെങ്കിലും വാങ്ങാം, പക്ഷേ ആവേശം വിലയ്ക്ക് കിട്ടില്ല. ഓരോ കാര്യവും അനുദിനം അടവച്ച് തീരുമാനമെടുക്കുന്നതല്ല ആവേശമെന്നത്. വിക്രമാദിത്യ രാജാവിൻ്റെ വിദ്വൽ സദസ്സിൽ വെച്ച് ഒരു കുരുവി നഷ്ടം എന്നാൽ എന്താണെന്ന് ചോദിച്ചൊരു കഥയുണ്ട്. ഒരു ഉത്തരവും കുരുവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനം കാളിദാസൻ പറഞ്ഞു, കൊടുക്കാതിരിക്കുന്നതാണ് നഷ്ടം. ആവേശവും ഇതുപോലാണ്, ഉപയോഗിക്കാതിരുന്നാൽ നഷ്ടമാവും. ആവേശത്തോടെയുള്ള മുന്നേറ്റത്തിൽ പിന്നിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ആരും നോക്കുന്നില്ല. പക്ഷേ നമ്മിൽ പലരും ടൂറ് പോയ ആമക്കുടുംബത്തിലെ കുഞ്ഞുമോനെ പോലെയാണ്. മറ്റുള്ളവർ നീതി കാണിക്കുന്നുണ്ടോ എന്ന് സംശയിച്ച് സദാസമയം കളയുന്നു. എല്ലാവരും അടങ്ങിയ ആമക്കുടുംബം ഒരു നീണ്ട ടൂർ തീരുമാനിച്ച് 6 മാസത്തെ ഒരുക്കങ്ങൾക്ക് ശേഷം യാത്രയായി. 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരിടം കണ്ടത്. എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി അവർ പൊതിക്കെട്ടുകൾ തുറന്നു. അപ്പോഴാണ് ഉപ്പ് കൊണ്ടുവന്നിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായത്. ചെറുപ്പക്കാരനായ കുഞ്ഞുമോൻ പോയി ഉപ്പെടുത്തു കൊണ്ടുവരട്ടെ എന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ കുഞ്ഞുമോൻ ഒരു വ്യവസ്ഥ വെച്ചു, അവൻ വന്നിട്ട് തിന്നാൻ തുടങ്ങാവൂ. എല്ലാവരും സമ്മതിച്ചു. കുഞ്ഞുമോൻ ഉപ്പെടുക്കാനും പോയി. മാസം 2 കഴിഞ്ഞു, കുഞ്ഞുമോൻ വന്നില്ല. ഇത്രയും ആയപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോകുന്നു. നിങ്ങൾ എന്നെ പറ്റിക്കുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. ശബ്ദം കേട്ട് പുറത്തേക്ക് എല്ലാവരും നോക്കിയപ്പോൾ മുറ്റത്തിന് അപ്പുറമുള്ള ഒരു ഉരുളൻ പാറയുടെ മുകളിൽ ഒരു തല കണ്ടു. കുഞ്ഞുമോനാമ ഉപ്പെടുക്കാൻ പോയിരുന്നില്ല. നന്ദി, വീണ്ടും കാണാം.